അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫ്രൈഡേയിൽ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. 7 മണി മുതലാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അതിൻ്റെ മുന്നുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നത്തെയും പോലെ ഒരു ഗ്ലാസ് ഡീറ്റോക്സ് വാട്ടർ കുടിച്ചിട്ടാണ് എൻ്റെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഖുർആൻ ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ നാളായി ഇപ്പോൾ ഖുർആൻ ജേർണലിങ് ചെയ്തിട്ട്. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ ചെയ്തതായിരുന്നു. നമ്മൾ ലാസ്റ്റ് ജേർണലിങ് ചെയ്തത് സൂറത്തുൽ ഇഖ്ലാസ് ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ജേർണലിങ് ചെയ്യാൻ പോകുന്നത് സൂറത്തുൽ മസദാണ്. സൂറത്തുൽ മസദ് ഞാനൊരു പീച്ച് കളർ തീമിലാണ് ജേർണലിങ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ജേർണലിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, ഓരോ സൂറത്തും ഓരോ കളർ തീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ നമ്മൾ 4 സൂറത്തുകൾ ജേർണലിങ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഖുർആൻ ജേർണലിങ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സൂറത്തുൽ മസദ് എന്ന് ഹെഡിങ് കൊടുക്കുന്നുണ്ട്. മസദ് എന്ന് വെച്ചാൽ ദി പാം ഫൈബർ, ഈത്തപ്പന നാര് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമ്മളിപ്പോൾ 5ാമത്തെ സൂറത്താണ് ജേർണലിങ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ജേർണലിങ് നമ്പർ 5 എന്ന് എഴുതുന്നുണ്ട്. പിന്നെ ഇത് 30ാമത്തെ ജുസുയിലുള്ള സൂറത്താണ്. അതുകൊണ്ട് ജുസു 30 എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അധ്യായം 111 മക്കയിൽ അവതരിച്ച സൂറത്താണ്. 5 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ സൈഡിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇനി ഈ സൂറത്തിൻ്റെ സമ്മറിയാണ് പറയുന്നത്. അതായത് ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരനായിരുന്നു അബൂലഹബ്. ഇസ്ലാമിനോടും നബി തങ്ങളോടും കടുത്ത ശത്രുതയിലായിരുന്നു അബൂലഹബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഒരിക്കൽ പൊതുപ്രസംഗത്തിനിടെ പ്രവാചകനോട് നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിനെ പരസ്യമായി അപമാനിക്കുകയും എതിർക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ നബിയുടെ വഴിയിൽ മുള്ളുകൾ വെക്കുകയും പരിഹസിക്കുകയും അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവരുടെ ശത്രുതയ്ക്കെതിരെയുള്ള അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള പ്രതികരണമായിട്ടാണ് ഈ സൂറത്ത് അവതരിച്ചത്. ഇനി നമുക്ക് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങളാണ് എഴുതാൻ പോകുന്നത്. ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങളെ ചെറുതായിട്ടൊന്നിങ്ങനെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് വെക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ ആയത്തിൽ പറയുന്നത് അബൂലഹബിൻ്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഞാനൊരു കൈയുടെ പിക്കും പിന്നെ ഒരു ക്രോസ് മാർക്കും വരച്ചിട്ടുണ്ട്. 2ാമത്തെ ആയത്തിൽ പറയുന്നത് അവൻ്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെടില്ല എന്നാണ്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പിക്കും വരച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിതിൽ വരച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോ ആയത്തിനും അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ റിഫ്ലക്ഷനാണ് പറയാൻ പോകുന്നത്. അതായത് ഈ സൂറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിൽ 1ാമത്തെ കാര്യം അഹങ്കാരം നാശത്തിലേക്ക് നയിക്കുന്നു. പദവിയോ സമ്പത്തോ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരാളെ രക്ഷിക്കില്ല എന്നാണ്. 2ാമത്തെ റിഫ്ലക്ഷൻ ഇസ്ലാമിനോടുള്ള ശത്രുത നാശത്തിലേക്ക് നയിക്കുന്നു. 3ാമത്തേത് സത്യത്തെ എതിർക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുന്നതും വലിയ പാപമാണ്. 4ാമത്തേത് വാക്കുകൾക്ക് ഭാരമുണ്ട്, നമ്മുടെ നാവിനെയും മനസ്സിനെയും നിയന്ത്രിക്കണം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അബൂലഹബിൻ്റെ കഥയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റി. അബൂലഹബ് ഇസ്ലാമിനോടുള്ള ശത്രുതയും നബി തങ്ങളോട് നീ നശിച്ചു പോകട്ടെ എന്നിങ്ങനെ ശപിച്ചതുകൊണ്ടുമാണ് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായത്. നമ്മളും ഇങ്ങനെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആരോടെങ്കിലുമൊക്കെ ശാപവാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളെ വാക്കുകളെ, നമ്മളെ നാവിനെയും മനസ്സിനെയും നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സൂറത്തുൽ മസദിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ശത്രുക്കളുടെ ദുഷ്ടചിന്തകളിൽ നിന്നും രക്ഷ ലഭിക്കും, അഹങ്കാരവും അസൂയയും ഇല്ലാതാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്.
അങ്ങനെ എൻ്റെ ജേർണലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡേയിൽ ഞാൻ പൊതുവെ അങ്ങനെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല. വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കലുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ 2 പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു സ്പെഷ്യൽ ജ്യൂസാണ്. ഇതിൽ നമ്മൾ പാലിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ആദ്യം പഴം ഇങ്ങനെ നന്നായി ഉടച്ചെടുക്കണം. എന്നിട്ടൊരു 3 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചുവന്നുള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പഴം തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ഉപ്പും കൂടി ചേർക്കുന്നത് കൊണ്ട് ആ ഒരു മധുരം ബാലൻസായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കുക. ലാസ്റ്റ് നമ്മളിതിൽ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇത് തണുപ്പോട് കൂടി കുടിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം. ആ ഒരു സമയം കൊണ്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മെഷീനിലിടുകയാണ്. സാധാരണ ഞാൻ ഫ്രൈഡേയിൽ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ചധികം ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അത് ഓവർലോഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് വാഷ് ചെയ്യാനിട്ടതാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ മെയിൻ ഡ്യൂട്ടീസൊക്കെ കഴിയും. ലഞ്ച് പിന്നെ ഇന്ന് പുറത്തുനിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കുറേ ടൈം ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ആർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു കാലിഗ്രഫി വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ മൊബൈൽ യൂസ് ചെയ്തിട്ട് കുറേ ടൈം അങ്ങനെ പോവും. അതുമല്ലെങ്കിൽ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കുറേ ടെൻഷൻസും ഒക്കെ എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ കടന്നു വരും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലതല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യുന്ന ആർട്ട് വർക്കാണ് ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ കാണിക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ചെയ്ത കാലിഗ്രഫി എന്താണ് ഞാൻ എഴുതിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ആൾ എന്തൊക്കെയോ ആൻസറാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് എന്താ എഴുതിയുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലായത് എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയണേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് സവാതി എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്. അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ റോഡിൻ്റെ 2 സൈഡിലും കാണുന്നത് തെങ്ങുകളാണ്. നമ്മളെ നാട്ടിൽ എത്ര തെങ്ങുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് കാണുമ്പോൾ അതൊരു പുതുമ തന്നെയാണ്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്തെത്താറായി. ഇവിടെ പാരാഗ്ലൈഡിങ്ങും അതുപോലെ ബോട്ട് സർവീസും അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. പാരാഗ്ലൈഡിങ്ങിൽ എനിക്ക് കയറണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ ആവാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ ബോട്ടിലാണ് കയറുന്നത്. ഈ ബോട്ടിൽ കയറുന്നത് ഞങ്ങൾ യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവർ നമ്മൾ പിന്നാലെ നടന്നിട്ട് ബോട്ടിൽ കയറാൻ പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ കയറാമെന്ന് വിചാരിച്ചു. ഇതിൽ ലൈഫ് ജാക്കറ്റൊന്നും അവർ നമുക്ക് തരാറില്ല. ഞാനിതിൻ്റെ മുന്നേ 2 പ്രാവശ്യം ബോട്ടിൽ കയറിയിട്ടുണ്ട്. അന്ന് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. ഇന്നിപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. മോൻക്കാണെങ്കിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ആദ്യം ആളൊന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാതെ ഇരുന്നു. എനിക്കിങ്ങനെയുള്ള റൈഡിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ പാരാഗ്ലൈഡിങ്ങിൽ കയറണം എന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാഹ്.
അങ്ങനെ നമ്മൾ ബോട്ടിൽ ഒരു റൗണ്ടൊക്കെ അടിച്ചു വന്നു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഫ്രൈഡേയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഇനി എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നുള്ളതും കൂടി കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.